ഹായ് ജാക്ക്. ഹായ് ജാക്ക്, ഐ ആം ഖന്ന. പക്ഷെ ക്ഷമിക്കണം സാർ, താങ്കൾക്ക് സ്ഥലം മാറിപ്പോയി. ടോയ്ലറ്റ് മുമ്പിലല്ല, പുറകിലാണ്. അങ്ങോട്ട് പോകും. പുറകോട്ട് മാറ. നോക്കൂ സാർ, തോക്ക് കാണിച്ച് പേടിപ്പിച്ചാലൊന്നും മൂത്രമൊഴിക്കാൻ കഴിയില്ല. രക്ഷപ്പെട്ടോളൂ, ദാ കൊള്ളക്കാര് വന്നിരിക്കുന്നു. എന്ത് കൊള്ളക്കാരോ? അതെ അതെ, കൊള്ളക്കാര് ദേ വന്നിരിക്കുന്നു. കൊച്ചളിയാ, ഈ ഫ്ലൈറ്റ് ഡിലേ ആവാൻ കാരണം എന്താ? മുകളിലാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കും ഇല്ലല്ലോ. എടാ സിഗ്നൽ കിട്ടുന്നുണ്ടാവില്ല. അതിന് മുകളിൽ ട്രാഫിക്കേ ഇല്ലെങ്കിൽ പിന്നെ സിഗ്നൽ ലൈറ്റ് വെച്ചിട്ട് എന്താ കാര്യം? ബണ്ണി പറഞ്ഞത് ലാൻഡിങ്ങിന് വേണ്ടി സിഗ്നൽ കിട്ടുന്നുണ്ടാവില്ല എന്നാണ്. ദയവായി ശ്രദ്ധിക്കുക, വീരാർ ഫ്ലൈറ്റിന്റെ ലാസ്റ്റ് ലോക്കൽ 3 മണിക്കൂർ വൈകിയേ എത്തുകയുള്ളൂ. ഓഹോ, സോറി. ഇതിനു മുന്നേ ഞാൻ ലോക്കലിലെ അനൗൺസർ ആയിരുന്നില്ലേ, അതുകൊണ്ട് തെറ്റിപ്പോയതാ. ഞാൻ ഉദ്ദേശിച്ചെന്നാൽ ഇപ്പോൾ എടുക്കാനിരുന്ന ഫ്ലൈറ്റ് ഇനിയും 3 മണിക്കൂർ വൈകിയേ എടുക്കുകയുള്ളൂ. ഇനിയും 3 മണിക്കൂർ ലേറ്റോ? കൊച്ചളിയാ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി ഒരു പുതിയ എയർലൈൻ തുടങ്ങേണ്ടി വരുമെന്നാ. ഹണി, ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിക്കോട്ടെ. അതെ സാറേ, താങ്കളൊന്ന് പറഞ്ഞു തരാമോ ഒരു എയർലൈൻ തുടങ്ങാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്? അതൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ വിവരങ്ങൾ അറിയാനെന്ന ബോർഡും വെച്ചോണ്ട് ഇരിക്കുന്നത് എന്തിനാ? എന്തെങ്കിലും ചെയ്ത് എനിക്ക് സ്വന്തമായിട്ടൊരു എയർലൈൻ തുടങ്ങണം. ഇന്നത്തെ കാലത്താണെങ്കിൽ ഫ്ലൈറ്റ് ഒരുപാട് ഡിലേ ആവുന്നുണ്ട്. അപ്പൊ പൈസ മുടക്കി എയർലൈൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തുടങ്ങണമെന്നുണ്ട്, പക്ഷെ പൈസ മുടക്കി എയർലൈൻ തുടങ്ങാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? കാശ് മുടക്കി തന്നെ. താൻ എന്തിനാ ഈ എയർലൈൻസ് തുടങ്ങുന്നത്, അതും കാശ് മുടക്കി? അതെ, ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത് എനിക്ക് കാശ് മുടക്കി തുടങ്ങണ്ടെന്ന്. അതിന് മാത്രമുള്ള കാശൊന്നും എന്റെ കയ്യിൽ ഇല്ല. അപ്പൊ നീ ബുദ്ധി ഉപയോഗിച്ച് തുടങ്ങാൻ പോവാണോ? പറഞ്ഞത് എന്റെ കയ്യിൽ ഒട്ടും തന്നെ ഇല്ല. അതെ, ബുദ്ധി കൊണ്ട് തന്നെ. ഏതാണ്ട് അങ്ങനെ തന്നെ വിചാരിച്ചോ. പക്ഷെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് കാശ് മുടക്കിയിട്ടുള്ളതാ. ഞാൻ ഈ രാജ്യത്ത് പുതിയതായിട്ട് വന്നയാളാ. പിന്നെ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യാനും പദ്ധതിയുണ്ട്. എനിക്ക് തന്റെ എയർലൈൻ ഐഡിയ വല്ലാതെ ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ ഞാൻ എയർലൈനിന് തുടക്കമിട്ട് തരാം, കാശ് മുടക്കിക്കൊണ്ട്. അങ്ങനെയെങ്കിൽ നശിക്കാൻ തയ്യാറായിക്കൊള്ളൂ, കാശ് മുടക്കി തന്നെ. സംശയണ്ടോ? നീ ആരാ? ഇതെന്റെ കൂട്ടുകാരാണ് ബണ്ണി, പോപ്പട്ട്, പിന്നെ സോർദാർ. നമ്മുടെ എയർലൈനിൽ ഇവരും നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും. നമുക്കെല്ലാവർക്കും ചേർന്ന് തന്നെ അധ്വാനിക്കാം. പക്ഷെ നമുക്ക് എയർലൈനിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കൊച്ചളിയാ, അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ? ഗുഡ് മോർണിംഗ് ടീക്കറാ. ഗുഡ് മോർണിംഗ് മാഡം. മാഡത്തിന്റെ ലഗേജ് ഇവിടെ സ്കാൻ ചെയ്തോളൂ. എവിടെ മാഡത്തിന്റെ ബാഗ്? ഇവിടെ തന്നെ ഉണ്ട്. ദാ ഈ കാണുന്ന വലിയ സൂട്ട് കേസ്, പിന്നെ ദാ ഈ ട്രോളിയിലുള്ള ബാഗ്, ദാ ഈ കാണുന്ന 3 ഹാൻഡ് ബാഗും എന്റെ തന്നെയാണ്. ഇത്രയധികം സാധനങ്ങളോ? നിങ്ങളെന്താ നാട് വിട്ടെങ്ങാനും പോവാണോ? ഈ ബാഗിനകത്തല്ലേ എന്താ ഉള്ളത്? ഈ വലിയ സൂട്ട് കേസ് നിറയെ എന്റെ ഡ്രസ്സുകളാണ്. പിന്നെ ഈ വാഷിംഗ് മെഷീനുകളുണ്ട്. പിന്നെ ഈ ചെറിയ ബാഗിൽ കഴിക്കാനുള്ള ആഹാരവും അച്ചാറും മാത്രമേ ഉള്ളൂ. ഇത്രയധികം ഭക്ഷണ സാധനങ്ങളോ? എല്ലാവരും പട്ടിണിയിലാണോ? അവിടെ തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടത്തില്ലയോ എന്റെ അമ്മോ? പക്ഷെ മാഡം, ഇത്രയധികം ഡ്രസ്സുകൾ എന്തിനാ? മാഡത്തിന്റെ റിട്ടേൺ ടിക്കറ്റ് 3 ദിവസം കഴിഞ്ഞല്ലേ? അതെന്താന്ന് വെച്ചാ എനിക്ക് 12 കസിൻസ്, അവർക്ക് എല്ലാവർക്കും കൂടി 13 പിള്ളേരും ഉണ്ട്. ഇതെല്ലാം അവർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളാ. അപ്പൊ ഈ 2 വാഷിംഗ് മെഷീനോ? ഇതെന്തിനാ കൊണ്ടുപോകുന്നേ? ഇത് രണ്ടും കേടായ വാഷിംഗ് മെഷീൻസാ. അവിടെ എന്റെ അമ്മാവന്റെ മകൻ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്ന കട നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് അവിടെ കൊണ്ടുപോയി നന്നാക്കാൻ എടുത്തതാ. പക്ഷെ മാഡം, എക്സ്ട്രാ ലഗേജിന്റെ ചാർജ് അടക്കേണ്ടി വരും. അതെന്താ, നിങ്ങളുടെ പ്ലെയിനിൽ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമില്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്റ്റാൻഡിംഗ് പാസഞ്ചേഴ്സിനെ എടുക്കുന്നുണ്ടെന്നാ. അതിരിക്കട്ടെ, ഫ്ലൈറ്റിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലേ? ഇപ്പൊ തന്നെ 3 വർഷം തിന്നാനുള്ള സാധനങ്ങളുമായിട്ടാ പോകുന്നത്. വീണ്ടും ചോദിക്കുന്നത് കഴിക്കാൻ വല്ലതും കിട്ടുമോ? സംശയണ്ടോ? യെസ് മാഡം, കഴിക്കാനുള്ളത് കിട്ടും. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം മാത്രം. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ന്യൂയോർക്കിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് ഭക്ഷണം കിട്ടിയത് 6 പ്രാവശ്യമാ. മാഡം, അത് വലിയ ഫ്ലൈറ്റാ, അതുകൊണ്ടാണ്. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് 6 പ്രാവശ്യം ഭക്ഷണം കിട്ടിയേ പറ്റൂ. അതും പ്യുവർ വെജ് വിത്ത് ചിക്കൻ തന്തൂരി. അതിരിക്കട്ടെ, ഒരു പ്രധാന കാര്യം കൂടി. നിങ്ങളുടെ ഈ ഫ്ലൈറ്റിൽ എനിക്ക് കുറച്ച് ഓപ്പൺ പ്ലേസ് കിട്ടുമോ? എന്തിനാ മാഡം? അതെന്താന്ന് വെച്ചാല് നാളെ എന്നെ ഒരു ഡാൻസ് ഷോയിൽ പെർഫോം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സ്ഥലം വേണമായിരുന്നു. മേഡത്തിന്റെ ഡാൻസ് ഷോയിൽ പെർഫോം ചെയ്യാനായിരിക്കില്ല വിളിച്ചത്.
ആ ഷോ കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ് പൊളിക്കാനായിരിക്കും അവര് വിളിച്ചിരിക്കുന്നത്. ബുൾഡോസറിന്റെ ആവശ്യമില്ലല്ലോ. സംശയമുണ്ടോ? എന്നെ നീ കളിയാക്കുന്നു. നീ എന്നെ ബുൾഡോസറിന് വിളിച്ചു അല്ലേ? എനിക്ക് നിങ്ങളുടെ ഫ്ലൈറ്റിൽ വരാൻ താല്പര്യമില്ല. ഞാൻ ട്രെയിനിൽ പൊക്കോളാം. ഒന്നുമില്ലെങ്കിലും എനിക്ക് അതിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമെങ്കിലും കിട്ടുമല്ലോ. എന്റെ പൊന്നോ, വല്ലാത്തൊരു സാധനം തന്നെ. ഈ എയർലൈൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാ. പട പേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളുത്തിപ്പടാ എന്ന് പറഞ്ഞതുപോലെയായി. പുറത്തിങ്ങനെയാണെങ്കിൽ ദൈവത്തിനറിയാം ഫ്ലൈറ്റിനകത്തിന് എന്തൊക്കെ സംഭവിക്കുമെന്ന്. നമസ്കാരം, ജോൾമോൾ എയർലൈൻസിലേക്ക് സ്വാഗതം. ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു കപ്പ് കോഫി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സീറ്റിലിരിക്കുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടാലും കൊള്ളാമെന്നുണ്ട്. അടികൈ, ഞങ്ങളുടെ വിമാനത്തിന്റെ സേഫ്റ്റി എത്രത്തോളം ഹൈ ആണെന്ന് വെച്ചാൽ ഹൈ ലെവലിൽ പോകുന്ന റോക്കറ്റ് പോലും ഇതിനു മുന്നിൽ പകച്ചു നിൽക്കും. കാരണം ഫ്ലൈറ്റിലെ തകരാറുകൾ മൂലം രണ്ടാമത്തെ ലാൻഡിംഗ് എമർജൻസി ലാൻഡിംഗ് ആക്കി മാറ്റും. അടികൈ, കന്നാ സാർ, നിങ്ങൾ ഫ്ലൈറ്റ് ഓടിക്കുകയാണോ അതോ പാസഞ്ചേഴ്സിനെ പേടിപ്പെടുത്തുകയാണോ? അടുത്തതായി ഞങ്ങളുടെ ഫ്ലൈറ്റ് അറ്റൻഡർ ഹണി നിങ്ങളുടെ മുന്നിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കാണിച്ചു തരും. ശ്രദ്ധിച്ചു കേട്ട് ഓർത്തു വെച്ചോളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആപത്ത് വരുമ്പോൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ നിങ്ങൾ തന്നെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. വിമാനത്തിന്റെ രണ്ടു വശത്തും 2 എമർജൻസി ഡോറുകൾ ഉണ്ട്. അവിടെ ഇരിക്കുന്ന യാത്രക്കാരൻ ഇതിനു മുമ്പ് ഈ പ്ലെയിനിൽ എമർജൻസി ഡോറുകൾ തുറന്നിട്ടുണ്ട്. ഇത് എന്ത് ഫ്ലൈറ്റ് ആണോ ഇത്? ഒരു സീറ്റ് ബെൽറ്റ് പോലും ഇല്ല. വിമാനം പറന്നു തുടങ്ങുന്നത് മുതൽ പറന്നിറങ്ങുന്നത് വരെ എല്ലാ യാത്രക്കാരെയും ഒരു കയറ് കൊണ്ട് കെട്ടിവെക്കുന്നതായിരിക്കും. ഓടുന്ന വിമാനത്തിൽ നിന്നും കൈ പുറത്തേക്കിടരുത്. ടെൻഷൻ ആവണ്ട, ഈ ഫ്ലൈറ്റ് ഒന്ന് മുകളിലോട്ട് പറന്നോട്ടെ, പിന്നീട് എഞ്ചിൻ ഓഫ് ചെയ്യുന്നതാണ്. എടോ, എന്തിന് ഓഫായി കഴിഞ്ഞ പ്ലെയിൻ എങ്ങനെയാണോ പറക്കുന്നത്? എന്തുകൊണ്ട് പറക്കില്ല? 2 രൂപയുടെ പട്ടം നമ്മൾ എഞ്ചിൻ ഇല്ലാതെയല്ലേ പറപ്പിക്കുന്നത്. ഇതാണെങ്കിൽ കോടികളുടെ പ്ലെയിൻ അല്ലേ, പിന്നെ എങ്ങനെ ഇത് പറക്കാതിരിക്കും? ഇപ്പോൾ പ്ലെയിൻ അന്തരീക്ഷത്തിലേക്ക് പറത്താൻ പോവുകയാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഇതിന്റെ ഫസ്റ്റ് ഗിയർ ഇടുന്നത് എങ്ങനെയാണെന്ന്? കന്നാ സാർ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? പാസഞ്ചേഴ്സ് പേടിച്ചു പോകും. നിങ്ങളൊന്ന് സഹായിച്ചാൽ മാത്രം മതി. ഞാൻ പറപ്പിക്കാൻ പഠിപ്പിച്ചു തരാം. എന്തായത്? ഞാൻ നിങ്ങളോട് പരിപ്പ് കറി ആവശ്യപ്പെട്ടത്. ഇതാണോ പരിപ്പ് കറി? ഇതിൽ മുഴുവനും മുടിയാണല്ലോ. അയ്യോ സോറി, എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങൾക്ക് പരിപ്പ് കറിക്ക് പകരം തലക്കറിയാണ് വെച്ച് തന്നിരിക്കുന്നതെന്നാ. സോറി. സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് വൃത്തികെട്ട ആഹാരമാണത്? ഇതിന് മുഴുവൻ മുടിയാണ്. ഈ ഫ്ലൈറ്റിൽ തൊടുന്നതെല്ലാം തന്നെ പ്രശ്നമായിട്ട് തീരുകയാണ്. ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം ആകുമ്പോ ചിലപ്പോ മുടിയൊക്കെ കാണും, അല്ലാതെ മയിൽപ്പീലിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഹായ് ജാക്ക്. ഹായ് ജാക്ക്, ഐ എം ഖന്ന. പക്ഷെ ക്ഷമിക്കണം സാർ, താങ്കൾക്ക് സ്ഥലം മാറിപ്പോയി. ടോയ്ലറ്റ് മുമ്പിലല്ല, പുറകിലാണ്. അങ്ങോട്ട് പോകും. പുറകോട്ട് മാറ. നോക്കൂ സാർ, തോക്ക് കാണിച്ച് പേടിപ്പിച്ചാലൊന്നും മൂത്രമൊഴിക്കാൻ കഴിയില്ല. രക്ഷപ്പെട്ടോളൂ, ദാ കൊള്ളക്കാര് വന്നിരിക്കുന്നു. എന്ത്? കൊള്ളക്കാരോ? അതെ അതെ, കൊള്ളക്കാര് ദേ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫ്ലൈറ്റ് നിർത്താം. കുതിരയ്ക്ക് എങ്ങനെയാ ആകാശത്തോട് ഓടാൻ കഴിയുന്നത്? അത് ശരിയാണല്ലോ. ഈ കുതിര എങ്ങനെയാ ആകാശത്തൂടെ ഓടുന്നത്? അതെ, കുതിരയ്ക്ക് എങ്ങനെ ആകാശത്തിലൂടെ ഓടാൻ കഴിയും? കന്ന സാർ, വേഗത്തിൽ ഓടിക്കേ. ദേ കൊള്ളക്കാർ നമ്മളെ പിന്തുടരുന്നുണ്ട്. എന്താ? കൊള്ളക്കാർ വന്നോ? അയ്യോ രക്ഷിക്കണേ, അമ്മേ അമ്മേ രക്ഷിക്കണേ. മാങ്ങയുടെ സീസൺ ആവുമ്പോൾ മാവിൽ തന്നെ മാങ്ങയുണ്ടാവും. ദൈവമേ, ഈ കൊള്ളക്കാരുടെ കുതിരകൾക്കും ലൈസൻസ് ഉണ്ടാവും. ഇവന്മാർക്കൊരു പണി കൊടുക്കണം. അത് ശരി. എങ്കിൽ ഇതിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് കാണിക്കാം. അയ്യോ, കൊള്ളക്കാരുടെ കയ്യിൽ അമ്പും വില്ലും ഉണ്ടല്ലോ. ഓ, അത് ശരിയാണ്. കൊള്ളക്കാരുടെ കയ്യിൽ അമ്പും വില്ലും ഉണ്ട്. അതെ അതെ, കൊള്ളക്കാരുടെ കയ്യിൽ അമ്പും വില്ലും ഉണ്ട്.
ഹണി നീ എന്തായി ചെയ്യുന്നത്? വിട്ടേക്ക്. ഞാൻ ഇവനെ വിടില്ല. ഇവൻ നമ്മുടെ ഫ്ലൈറ്റ് മോഷ്ടിക്കാൻ വേണ്ടിയാ ശ്രമിച്ചത്. ഹണി വിടാനാണ് പറഞ്ഞത്. ഞാൻ വിടില്ല. നിനക്കെന്താ പറ്റിയേ? എന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ? വാ, ഫ്ലൈറ്റ് വരാൻ സമയമായി. ഒരു വശത്ത് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ഡിലേ ആയി കഴിഞ്ഞാ നമ്മുടെ സ്വന്തമായ എയർലൈൻ തുടങ്ങേണ്ടി വരും. വേണ്ട വേണ്ട കൊച്ചളിയാ, സ്വന്തമായി എയർലൈൻ തുടങ്ങാനുള്ള ഐഡിയ അത്ര നല്ലതല്ല. എയർലൈൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് ഇവൻ ഏതോ എയർലൈൻ കമ്പനിയെ സ്വപ്നത്തിൽ വട്ടം കറക്കിയെന്നാണ്. സംശയമുണ്ടോ? ഒരു സംശയവുമില്ല.